ഇതല്ല ഈ കാണുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറയാം എൻ്റെ ലൈഫിൽ ഒരാൾ ഒളിച്ചോടി പോകുന്ന വീഡിയോ കാണുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ നിന്ന് ബാഗും സാധനങ്ങളും എടുത്ത് ലൈവായി ഒളിച്ചോടി പോകുന്നൊരു കാര്യം. നമ്മൾ കുറേ കഥകൾ ഒളിച്ചോടിപ്പോയ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളുടെ വളരെ ഡിസ്റ്റൻ്റായ റിലേറ്റീവിലോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. ലൈവായിട്ട് എനിക്ക് ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ചേച്ചിക്ക് തന്നെ അറിയില്ല എത്ര ബാഗും കവറും എടുക്കണമെന്ന്. നല്ല സാമ്പത്തിക സ്ഥിതിയും നല്ല കരുത്തുമുള്ള നോക്കാൻ കഴിവുള്ള ഒരുത്തനാണെങ്കിൽ ഇത്രയും താങ്ങി പോകണ്ടായിരുന്നു, നേരെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ഇത് തോളത്തൊരു ബാഗ്, കയ്യിൽ 2 കവറെല്ലാം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്കിൾ ബണ്ണ് പോകുന്ന പോലെയാണ് ചേച്ചി പോകുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കാം ഗതികേട്. രണ്ടാമതൊരു കാര്യം, നൈറ്റ് ഇട്ടിട്ടാണ് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ അതിഗംഭീരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാവം. പെട്ടെന്നാണ് ചാൻസ് കിട്ടിയത്. കിട്ടിയ തക്കത്തിന് എടുത്തു വെച്ച സാധനങ്ങളുമായി പോയി. എന്തായാലും കുറേ ദിവസത്തെ പ്ലാനിങ് ഉണ്ടാവും. അപ്പം സാഹചര്യം ഒത്തപ്പം അങ്ങ് ചാടിപ്പോയതാണ്. അപ്പം ആരാ വ്യക്തി എന്ന് മനസ്സിലായില്ലെങ്കിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഞാൻ ഈ മുഖം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ മുഖം കാണിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അഖിൽ NRDനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും കാണാൻ വേണ്ടിയിട്ടാണ്. കാണുമോ? എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. അമ്മ ഒരു സ്കൂൾ അധ്യാപിക, അച്ഛൻ ഒരു അഡ്വക്കേറ്റ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മോള്, നമ്മുടെ അഖിൽ NRD എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിൻ്റെ ഭാര്യ അതിസാഹസികമായി ഒളിച്ചോടിപ്പോയിരിക്കുകയാണ് ഗൈസ്, ഒളിച്ചോടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒളിച്ചോടും വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം അഖിൽ NRD എത്ര പേർക്ക് അറിയാം? അഖിൽ NRDനെ ഞാൻ പൊതുവെ എപ്പോഴും പറയുന്ന പോലെ ഞാൻ വലിയൊരു യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫാനോളിയല്ല. ഞാൻ കുറച്ചും കൂടെ ഒരു യൂട്യൂബ് ഫാനോളിയാണ്. യൂട്യൂബിൽ തന്നെ എനിക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷോർട്സ് ആണ്. കാരണം യൂട്യൂബിലെ ഷോർട്സിന് ഒരു വെറൈറ്റി ഉണ്ട്. ചിലപ്പോൾ ക്രാഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും, കേക്ക് ആയിരിക്കും, വ്ളോഗായിരിക്കും. പക്ഷേ ഇൻസ്റ്റഗ്രാം അങ്ങനെയല്ല എൻ്റെ ഭഗവാനെ. ഒരേ പാട്ട് വെച്ച് ഒരു 100 റീൽസ് കാണാൻ പറ്റും. ഒരു പാട്ട് ട്രെൻഡിങ് ആയാൽ പിന്നെ ആ പാട്ടും കൊണ്ട് ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ഈ റീൽസ് അങ്ങോട്ട് മടുത്തിട്ടാണ് ഞാൻ ഈ യൂട്യൂബിലോട്ട് മെയിനായിട്ട് ഇറങ്ങിയത്. കാരണം കേട്ട പാട്ട് തന്നെ കേട്ട് 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 നമ്മുടെ തല ഇങ്ങനെ പുകയാന്ന് പറയില്ലേ. യൂട്യൂബിൽ വളരെ കുറവേ റിയലായ ആക്ച്വൽ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ഉള്ളൂ. ഈ അഖിൽ NRD എന്ന് പറയുന്നത് ശരിക്കും ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. എന്ന് വെച്ചാൽ പുള്ളീൻ്റെ ഇമാജിനേഷനിൽ കോണ്ടന്റ്സ് ഉണ്ടാക്കിയിട്ട് അത് പുള്ളി അഭിനയിച്ച് ഇടുക. ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയല്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവം വ്യക്തികൾ മാത്രമാണ് സക്സസ്ഫുൾ ആവുക. അതിൽ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയാണ് ഈ അഖിൽ എന്ന് പറയുന്നത്. ഭയങ്കര തമാശ നിറഞ്ഞിട്ടുള്ള നൊസ്റ്റാലജി ആയിട്ടുള്ള തഗ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ല കോണ്ടന്റ് കാണുന്ന ഏത് വ്യക്തികൾക്കാണെങ്കിലും ഇരുന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് സന്തോഷിച്ച് കാണാൻ തോന്നുന്ന ഒരു കോണ്ടന്റ്. അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അഖിൽ NRD. അഖിൽ NRDയുടെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചേട്ടാ മുടി വെട്ടോ? ഇല്ല, മുടി പറിക്കും. വെട്ടത്തില് ഞാനങ്ങ് പോയേക്കാം. 10 രൂപ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചപ്പോ. അല്ല, എന്തൊരു കിടക്കാൻ പറ്റുമോ? എന്താ വേണ്ടത്? പൊതിച്ചോറ്. തലച്ചോറ് എടുക്കാൻ പറ്റിയ ബ്ലേഡ് ഉണ്ട്, അത് മതിയോ? മുള്ളട്ട്. മുള്ള് ബാത്റൂം ബാക്കിലുണ്ട്. അതല്ല, ഹെയർ സ്റ്റൈല് മുള്ളട്ടെന്ന്. ഓ, ഹെയർ സ്റ്റൈല്. എന്തേലും കുശലം വല്ലതും ചോദിക്കാം. മഴയൊക്കെ ഉണ്ടോ? കണ്ണ് തുറന്ന് പുറത്തോട്ട് നോക്ക്. എന്ത് ബാർബർ ഷോപ്പോ കൗണ്ടർ ഷോപ്പോ? എന്തു പറഞ്ഞാലും കയറി കുടിക്കുവാണല്ലോ ആള്. അല്ല, ബംഗാളിന്റെ അടുത്ത് വല്ലതും പോയി മുടി വെട്ടിയാൽ മതിയായിരുന്നു. അതാവുമ്പോ ബംഗാളിയോ ഒക്കെ മനസ്സിലാവത്തില്ലല്ലോ. ഇവിടെ വാ തുറക്കാൻ പറ്റത്തില്ലയോ? ഒന്ന് അടുക്കാന്ന് വെച്ചപ്പോ അമ്മയ്ക്ക് ചേട്ടാ മസാജ് ഉണ്ടോ? ഇല്ല, ഫോണിൽ മെസ്സേജ് ഉണ്ട്. ഇതാണ് അഖിൽ NRD ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ്. തഗ്, എൻജോയ്മെന്റ്, ഇതിപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടിയ, നല്ല റീച്ച് കിട്ടിയ ഒരുപാട് വ്യക്തികൾ ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഖിൽ NRD. റീസെൻ്റ്ലി ഒരു മൂവി അഭിനയിച്ചിരുന്നു, മഹാരാജ ഹോട്ടലോ അങ്ങനെ എന്തോ ആണ്, ഞാൻ നോക്കിയോട്ടെ. മഹാരാജ ഹോട്ടൽ എന്നാണ് പേര്. ഭയങ്കര അടിപൊളി എന്നൊന്നും പറയുന്നില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൽ തട്ടിമുട്ടിപ്പോയി. വലിയൊരു റീച്ചോ അക്സെപ്റ്റൻസോ കിട്ടിയില്ല. പക്ഷേ ഒരു ഫിലിം ആക്ടർ ഫീൽഡിൽ ഫ്ലറിഷ് ആവാൻ പോകുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തി. റീസെൻ്റ്ലി ആണ് പുള്ളിയുടെ മാരേജ് കഴിഞ്ഞത്. മാരേജ് കഴിഞ്ഞ കുട്ടിയുടെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആളുടെ പേര് മേഘ നായരാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇപ്പോഴും എന്തൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്. ആൻഡ് പുള്ളിക്കാരിയുടെ ഫാദർ അഡ്വക്കേറ്റും മദർ ടീച്ചറുമാണ്. അപ്പം ഈ അഖിൽ NRDയും അല്ലെങ്കിൽ ഈ മേഘയും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ലവ് മാരേജ്. സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടു, കണക്റ്റായി, മെസ്സേജ് അയച്ചു, പരസ്പര ഇഷ്ടം പറഞ്ഞു, രണ്ടുപേരും ഓക്കെ ആയി. വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ ആദ്യം ഒന്നും ഓക്കെ ആയിരുന്നില്ല, പിന്നെ കൺവിൻസ് ചെയ്തു, സംസാരിച്ചു, കല്യാണം കഴിഞ്ഞു.
ആൻഡ് ഇവരുടെ കല്യാണത്തിൻ്റെ ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ കൂടെ കൊടുക്കാം. അത്യാവശ്യം നല്ല ഫംഗ്ഷൻ ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടിയ, നല്ല റീച്ച് കിട്ടിയ, കുറേ ഓൺലൈൻ മീഡിയക്കാർ വന്ന് കവർ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം. എല്ലാത്തിനും, ഈവൻ കല്യാണത്തിൻ്റെതായ പ്രൗഢി ഉണ്ടായിരുന്നു, റിസപ്ഷനായ പ്രൗഢി ഉണ്ടായിരുന്നു. ഫുൾ പ്രോഗ്രാമിന് വേണ്ട രീതിയിലുള്ള പ്രൗഢിയും എല്ലാം ഉണ്ടായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപാടി. ഒരു ഹാപ്പിലി മാരീഡ് കപ്പിൾസ് പരസ്പരം ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കല്യാണം കഴിച്ചു. അതാണല്ലോ, ദാറ്റ് ഈസ് വാട്ട് ലവ് മാരേജ്. ഐ തിങ്ക് അറേഞ്ച് മാരേജ് ആണ് പിന്നെ ഒരു ദിവസം കണ്ടുവരുന്ന ഒരാൾക്ക് ചായ കൊടുത്തിട്ട് ഒരു 1-2 മാസം കൊണ്ട് നമ്മൾ സംസാരിച്ച് കിട്ടുക. ലവ് മാരേജ് അങ്ങനെയല്ല. നമ്മൾ പ്രണയിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ബന്ധം ഫ്രണ്ടോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് രണ്ടുപേരും വീട്ടിൽ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നത്. അപ്പം എല്ലാ വഴിയും രണ്ടുപേരും മ്യൂച്വലി കണക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു നല്ല പ്രണയ വിവാഹം. പക്ഷേ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഇവരുടെ കല്യാണം കഴിഞ്ഞപാട് ഇവരുടെ ഒരു ലൈഫ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ വൈഫിനെയും സോഷ്യൽ മീഡിയ ഫീൽഡിലോട്ട് അഖിൽ ഇറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വൈഫിനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല റീച്ച് ഉള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ വൈഫിൻ്റെ അഖിലും കൂടി ഉള്ള റീല് അടുത്തൊന്ന് കാണിച്ചു തരാം. മഞ്ഞപ്പൂ തീർന്നോ? അതെ, കുറച്ചുകൂടെ പൂ വേണമല്ലോ. വെറുതെ എന്തിനാ പൈസ കളയുന്നേ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പൂ നിപ്പുണ്ട്, ഞാൻ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. അതെ, ഒരുപാട് ദശ പോകുന്നുണ്ട്. ഞാൻ ഫീൽ ചെയ്ത് കാണിക്കുന്നതാ. ഇത് കണ്ടോ, തൊലി നൈസായിട്ട് കളയാവും. ചേട്ടാ, ഓണമൊക്കെ അല്ലേ വരുന്നത്, പുതിയ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ഫോട്ടോസും എടുക്കണം. എന്തിനാ പൈസ വേസ്റ്റ് ആക്കുന്നേ? നമുക്കിടാനേ ഇഷ്ടം പോലെ തുണി ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ വൈഫിനെയും കോണ്ടന്റ് ക്രിയേഷൻ ഫീൽഡിലോട്ട് ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലേസും ഒരു അക്സെപ്റ്റൻസും കൊടുത്ത് ഇവർ റീലും കോണ്ടന്റും ഒക്കെ ഇട്ട് വളരെ ഹാപ്പി ആയി പോകുന്നു. കൊളാബറേഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഹാപ്പിലി മാരീഡ് കപ്പിൾസ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ വ്യക്തി റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വരുന്നു. ഈ കമൻറ്റ് ഇട്ടത് ഒരു ഒറിജിനൽ പ്രൊഫൈൽ എന്നാന്ന് തോന്നുന്നു, DP ഒക്കെ ഉണ്ട്. കമൻറ്റ് ഇതാണ്: താങ്കളുടെ ഭാര്യയെക്കുറിച്ച് ഒരു ഗോസിപ്പ് കേട്ടു, FB ഇൻസ്റ്റ അതിലൊക്കെ അത് സ്പ്രെഡ് ആവുന്നുണ്ട്, പ്ലീസ് ക്ലാരിഫൈ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റാണ്. അപ്പം അതൊരു ഗോസിപ്പ് ആവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇതൊക്കെ കണ്ടതെങ്കിലും ഒരു ഉച്ചയായപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി അത് ഗോസിപ്പല്ല, റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അഖിലിൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പോയിരുന്നു. ആദ്യ നാളുകളിലൊക്കെ ഭാര്യനെ കൊണ്ടുവിട്ടത് ഓഫ് കോഴ്സ് അഖിലായിരുന്നു, മീൻസ് മേഘേനെ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മേഘ എന്ന് പറയുന്ന വ്യക്തി ബസ്സിൽ പോകാൻ തുടങ്ങി. ബസ്സിൽ കണ്ടിന്യൂസ് ആയി പോയി. ബസ്സിൽ വെച്ച് കണ്ടിട്ടുള്ള കിളിയാണോ കണ്ടക്ടറാണോ ഡ്രൈവറാണോ എന്ന് എനിക്കറിയില്ല, ആ ചെക്കനുമായിട്ട് പ്രണയത്തിലാവുന്നു. ലാസ്റ്റ് അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന വിഷ്വൽ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇൻഫ്ലുവൻസർ സോക്കോൾഡ് വ്യക്തിയുടെ ഭാര്യ ചതിച്ചുകൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ ചാടി പോയി. ആൻഡ് ഈ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവൾ വേറെ പോയെന്ന് ഗോസിപ്പ് കേൾക്കുന്നുണ്ട്, ഉള്ളതാണോ? അവൾ പോയിട്ടുണ്ടെങ്കിൽ ഗതി പിടിക്കില്ല, ഉറപ്പാ ഈ ചെക്കനെ ചതിച്ചതിൻ്റെ കർമ്മ ഉറപ്പാ, ഇവൾ ഭാവിയിൽ കരയും. കുറേ നാളിന് ശേഷം അതേ വന്നു. പിന്നെ വേറൊരു കമൻസ്: നല്ല പണിയാണ് അവൾ തന്നത്, നശിച്ചു പോകും ഇവളൊക്കെ, സ്റ്റേ സ്ട്രോങ് ബ്രദർ. ഇങ്ങനെ കുറേ കമൻസ് ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോൻ്റെ താഴെ വന്നു തുടങ്ങി. ഡെഫിനറ്റ്ലി അറിയാലോ, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതം അയാൾക്ക് പ്രൈവറ്റ് ആക്കി വെക്കാനൊന്നും പറ്റില്ല. ഇത് വിഷയമായി ഡിസ്കഷനായി, ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ വന്നു. ഞാൻ ആദ്യം കണ്ട ഒരു വീഡിയോ ആരുടെയാന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ കൊടുക്കാം. മാക്സ് ഫുറി, MAKZ മാക്സ് ഫുറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടത്. അതിൽ നിന്നാണ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്തെടുത്തത്. അതിൽ നിന്നാണ് മനസ്സിലായത് ഒളിച്ചോടിപ്പോയെന്നും പോയതൊരു ബസ് കിളിയുടെ കൂടെയാണെന്നും. ഇതാണ് കറണ്ട്. ആൻഡ് അഖിൽ ഈ സംഭവം ഉണ്ടായ സമയം അഖിൽ ബേസിക്കായി ചെയ്തൊരു കാര്യം, അഖിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഭാര്യ ഒളിച്ചോടി പോകുന്നുള്ളത്. അഖിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റ് CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് കണ്ടു ബാഗും സാധനങ്ങളൊക്കെ തൂങ്ങിക്കൊണ്ട് പോകുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്ത് റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ എൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യമാരുടെ ഒളിച്ചോട്ടാണ്. ഞാൻ എത്ര വീഡിയോ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത 3 ടോപ്പിക്, ഷെഹലയുടെ ടോപ്പിക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ അഖിൽ NRDയുടെ വൈഫിൻ്റെ. ആൻഡ് മറ്റേ ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുമളി ബസ്
രഞ്ജീഷിൻ്റെ. ഇവിടെ മൂന്നാളുടെയും ഈ ഒളിച്ചോട്ടങ്ങളാണ് നടക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ ഈ ഒളിച്ചോടിപ്പോയ ഈ മക്കളോടൊക്കെ ചോദിക്കാൻ, നിങ്ങൾക്ക് എന്തിൻ്റെ ഗതികേടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ ഡാഷാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ ഫ്രസ്ട്രേഷനാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്? എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾ ഹാപ്പി അല്ലേ? അല്ലെ നിങ്ങൾ ഇഷ്ടമല്ലാണ്ടാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പറ്റില്ല എന്നുണ്ടോ? ഒന്നിലധികം ആൾക്കാർ വേണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാളോടുള്ള സ്നേഹം കുറച്ച് മാസത്തേക്ക്, അത് കഴിഞ്ഞാൽ അടുത്ത ആളോടുള്ള സ്നേഹം, ഇതാണോ നിങ്ങളുടെ സ്വഭാവം? ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നിയെങ്കിൽ ആ പണി ചെയ്ത് ജീവിക്കുക. അല്ലെങ്കിൽ മറ്റൊരാളെ തകർക്കാനും പറയിപ്പിക്കാനോ നടക്കരുത്. ഇപ്പം തന്നെ ഒരു മാസം കൊണ്ട് 3 കേസാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീകളെ നേരെയാണ് ഇതെല്ലാ തേങ്ങയും വരിക. സ്ത്രീകൾക്കാണ് ഈ സ്വഭാവം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇപ്പം എന്തിനെങ്ങനെ പറയിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്താ കിട്ടുന്നത്? എന്താ ഇതിൻ്റെ ഗുണം? എന്താണ് ഇതിൻ്റെ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. പുരുഷനില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഡിസ്കഷൻ ആവുന്ന ഇന്നും ഇതുവാ. ഇവക്കൊക്കെ എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എടോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യേ. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? നിയമ സംവിധാനത്തെക്കുറിച്ച് അറിയില്ലേ? ഒരു സാധനം മോഷണം പോയാൽ കേസ് കൊടുക്കുമല്ലോ, വീട്ടിൽ കള്ളം കയറിയാൽ കേസ് കൊടുക്കുമല്ലോ, റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ആരെങ്കിലും തോണ്ടിയ കേസ് കൊടുക്കുമല്ലോ, 24 മണിക്കൂറും പോലീസ് 100 നമ്പർ എല്ലാവർക്കും അറിയാലോ. എന്തുകൊണ്ടാണ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാതെ, ചിന്തിക്കാതെ? പല കണ്ണ് കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടുകയാണോ ചെയ്യണ്ടേ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഒരുത്തിപ്പം അടുത്ത് ഒളിച്ചോടിപ്പോയി, ഒരാഴ്ചയോടുകൂടി അവളുടെ ഒളിച്ചോട്ടം തീർന്നു. അവളുടെ സ്വർണ്ണം എടുത്ത് വിൽക്കാനും തോന്നി, അവളെ മോനിട്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പം കരഞ്ഞു പിടിച്ച് സ്വന്തം വീട്ടിൽ മൂലയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഭർത്താവ് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നടക്കുന്ന ഈ ലോകത്താണോ ചാടിപ്പോകുന്നത്? അറ്റ്ലീസ്റ്റ് നീ 4 ബാഗ് തൂക്കി വരുമ്പോൾ, ഈ ബാഗൊന്നും എടുക്കണ്ട, നീ ഇവിടെ വെക്ക്, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാമെന്ന് പറയാനുള്ള കഴിവ് ആ വന്നോനില്ല. അതുകൊണ്ട് അവൻ എല്ലാ ബാഗും താങ്ങി വേഗം വണ്ടീൻ്റെ ഉള്ളിൽ കയറ്റുന്നത്. അന്യൻ്റെ സ്ത്രീയെ മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 25% എങ്കിലും അവന് വേറെ നോട്ടമുണ്ട്. എനിക്ക് വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവന് വേറെ നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ വീണ് കളയേണ്ടതാണോ നിങ്ങളുടെ ശരീരം? ആ നോട്ടത്തിൽ വീണ് കളയേണ്ടതാണോ നിങ്ങളുടെ ജീവിതം? ഒന്ന് ആലോചിച്ച് നോക്ക്. ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ നിനക്കൊക്കെ കിട്ടുന്നത്? എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഈ ആലോചിക്ക്, എൻ്റെ അമ്മേൻ്റെ അവസ്ഥ ഈ ആലോചിക്ക്. ടീച്ചറാണ് പോലും, ടീച്ചർ. അവരെങ്ങനെ ഇനി ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കും? ചോദിക്കും, ആദ്യം സ്വന്തം മോളെ പഠിപ്പിക്കാൻ പറയും. അച്ഛൻ എങ്ങനെ ഒരു കേസ് ഉണ്ടാവും? വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ അവനൊരു പ്രശ്നവുമില്ല. കാരണം അന്നെപ്പോലെ ഒരുത്തീൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ബേബീസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. 2 ബേബീസ് വന്നതിന് ശേഷം ആണെങ്കിലോ 2 പേരുടെ ലൈഫ് സ്പോയിലാവില്ല. അവന് ഇൻസൾട്ട് ഉണ്ടാവും. പക്ഷെ പ്രൗഡ് ഇനഫ് അഖിലന്നാടി, പ്രൗഡ് ഇനഫ്. ഒളിച്ചോടി പോകുന്ന ഒരുത്തി ഇത്രയും പെട്ടെന്ന് പോയത് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇനി മറ്റവൻ്റെ അടുത്തൊന്ന് ചാടിപ്പോയിക്കോളും, ഇല്ല മറ്റവൻ വേറെ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ച് വീട്ടിലോട്ട് വന്നോളൂ. അപ്പോൾ അവൾക്ക് മനസ്സിലായിക്കോളും. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കിളീൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന്. ലവൊക്കെ എല്ലാ മനുഷ്യന്മാർക്കുള്ള ഫീലിംഗ് ആണ്. കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ഒതുങ്ങണം, അച്ചടക്കം വേണം. ഫോണൊക്കെ ഇങ്ങനത്തെ കേസിൽ ഫോൺ നിർത്തലാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പേഴ്സണലി പറയുക. നമ്മുടെ ജോലിനാണെങ്കിൽ, പഠിത്തത്തിനാണെങ്കിൽ, ഈവൻ സോഷ്യൽ മീഡിയനെ ആണെങ്കിൽ, ഇൻകം സോഴ്സിനാണെങ്കിൽ നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഫോൺ എന്ന് പറയുന്നത്. ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനെ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാണുന്നു, ചിരിക്കുന്നു, അവൻ വായ നോക്കുന്നു, അവൻ്റെ തൊള്ളയെ നോക്കൽ കണ്ടിട്ട് അതിലങ്ങ് വീഴുന്നു, അവൻ ID കൊടുക്കുന്നു, അവൻ മെസ്സേജ് ചെയ്യുന്നു, റിപ്ലൈ ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു, ഭർത്താവ് പറയാണ്ട് ചാറ്റ് ചെയ്യുന്നു, പ്രണയം പൂവിടുന്നു, റൊമാൻസ് ഉണ്ടാവുന്നു. ഇല്ലയെന്ന് പറയണ്ട. രാത്രി അഖിലന്നാർഡീൻ്റെ കൂടെ കിടക്കും, രാവിലെ അവൻ്റെ കൂടെ റൊമാൻസ് കളിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കുന്നു, ചാടിപ്പോന്നു. നാണല്ലേ എനിക്ക്? ആ വീട്ടുകാരുടെ ഒരു ക്വാളിറ്റി കാണിച്ചോ? ഇനി എന്തിൻ്റെ പുറത്താണെങ്കിലും, ഇനി ഒളിച്ചോട്ടത്തിന് എനിക്ക് 100 ന്യായീകരണം ഉണ്ടാവും. അതങ്ങനെയാണല്ലോ, തെറ്റ് ചെയ്യുന്നവൻ്റെ അത്ര ന്യായീകരണം ശരിയുള്ളവനുണ്ടാവില്ല. എന്ത് ന്യായീകരണമാണെങ്കിലും അത് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ വരരുത്. ഞാൻ എൻ്റെ ഈ വീഡിയോ ഫുള്ള് ഞാൻ എൻ്റെ ഈ CCTV ഫുട്ടേജ് കാണിക്കുന്നത് 4 ആൾ കാണട്ടെ, അറിയട്ടെ എന്ന് കരുതി തന്നെയാണ്. എന്തോ പറയേണ്ട ഇങ്ങനത്തെ ഐറ്റങ്ങളെ എടുത്ത് നോക്കിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരിക്കലും ഈ വീഡിയോ ഇടുന്നത് നാട്ടുകാരുടെ അടുത്ത് ഓടരുത്, നിങ്ങൾ ഭർത്താവിനെ ചതിച്ച് പോകരുത് എന്ന് പറയാനല്ല. കാരണം ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം. അറ്റ്ലീസ്റ്റ് ലെറ്റ് മീ എക്സ്പോസ് ദിസ് മേഘ വഴി മേഘൻ്റെ ഫാമിലി ഇൻസൾട്ടഡ് ആവണം.
അതിലെങ്കിലും അവൾക്ക് തോന്നണം. എൻ്റെ ഉറപ്പാണ് അനുഭവിക്കാതിരിക്കില്ല. അച്ഛനെയും അമ്മേനെ ഹേർട്ട് ചെയ്തെങ്കിൽ, അവർ കരഞ്ഞെങ്കിൽ, ഹസ്ബൻഡ് കരഞ്ഞെങ്കിൽ, അവർ നാണം കെട്ടെങ്കിൽ, ഇൻസൾട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ആ. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. ആ. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തില്. ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിക്കാനുള്ള എൻ്റെ ഒരു മെയിൻ റീസൺ, ഇവളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചല്ല. ഇവള് ചാറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് രണ്ട് വീട്ടിലും സംസാരിച്ച് കെട്ടിയതാണ്. ഇപ്പം ദിസ് ഈസ് എ ലവ് മാരേജ്, അറേഞ്ച് മാരേജ് അല്ല. അറേഞ്ച് മാരേജ് ആണ് ഒളിച്ചോടി പോകാമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പരസ്പരം ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി സ്നേഹിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കല്യാണം കഴിച്ച ആളാണ്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ ഷൈ ആയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷെ ഞാൻ ചാറ്റ് ചെയ്ത് കോൾ ചെയ്ത് സെറ്റായി. അപ്പം ചാറ്റിങ്ങും കോളിങ്ങിലും എക്സ്പേർട്ടാണ് ചേച്ചി. ഇതേ ചാറ്റിങ്ങും കോളിങ്ങും തന്നെ ഭർത്താവ് വന്നതിന് ശേഷവും ചെയ്തു. അങ്ങനെ ആ എക്സ്പേർട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോയി. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ടാണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ് കാര്യങ്ങളൊക്കെ. മേഘ ധൈര്യം കൂടിപ്പോയി എന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം അത്രയ്ക്ക് ധൈര്യം ഉള്ളത് കൊണ്ടാണ് മേഘ ലൈഫിൽ ഈ ഒരു ഡിസിഷൻ ചെയ്തത്. കാരണം സോഷ്യൽ മീഡിയ ആണ്, നാളെ ഇത് ഡിസ്കഷനാവും, വാർത്തയാവും എന്നൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടും കേട്ടിട്ടും സംസാരിച്ചിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ധൈര്യമുണ്ട്. നല്ല ധൈര്യം എന്ന് വെച്ചാൽ നല്ല ധൈര്യമുണ്ട്. തോലി കട്ടിയൊന്നുമില്ല, കാണ്ടാമൃഗത്തിനേക്കാളും കട്ടിയാ ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയിൽ എന്തെങ്കിലും ഇതുകൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് അല്ലേ ആവാൻ പറ്റുന്നത്. മേഘ കൊടുത്ത എനർജി ലെവൽ ഇപ്പൊ ആ മനുഷ്യൻ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാലും ചിന്തിച്ചാലും വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതിന് പ്രത്യേകിച്ച് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ എനർജി ലെവൽ ഒരിക്കലും താങ്കൾ ഡൗൺ ആക്കരുത്. ടേക്ക് ദിസ് ആസ് ആൻ ബൂസ്റ്റ്. ചതിക്കപ്പെട്ടവൾ, ചതിക്കുന്നവൾ, ബാക്കി കുറേ വാക്കുകളുണ്ട്, ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ ഏറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വരും, പോവും എന്ന് കരുതി ഡോണ്ട്. അഖിൽ NRDയുടെ ഒരു ലൈറ്റ്, അഖിൽ NRDയുടെ ഒരു സ്പാർക്ക്, അതൊരിക്കലും പോകരുത്. അത് എന്നും നിൽക്കണം. ഇവളല്ല ആര് വിചാരിച്ചാലും. അത്രയേ പറയാനുള്ളൂ. ഇനി ഏതായാലും മേഘ വരട്ടെ, എക്സ്പ്ലനേഷൻ കേൾക്കട്ടെ, ബാക്കി പറയാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ. ഇനി ഏതായാലും രണ്ടാളും കൂടെ ഒരുമിച്ചിരുന്ന് മണി അടിച്ചോളൂ.